ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇൻപുട്ട് വേരിയൻസ് ആണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുന്നുള്ള വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടെന്ന് അത്രയും ഉറപ്പ് വരുത്തുക. ഡീറ്റെയിൽഡ് ആയിട്ട് കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആൻസറിലേക്ക് എത്തിപ്പെടാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അതെല്ലാവരും കാണുക, കണ്ടെന്ന് എന്തായാലും ഉറപ്പ് വരുത്തുക. ഈ ഒരു വീഡിയോൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗ്രീൻ INC മാനുഫാക്ചേഴ്സ് ടേബിൾസ്, ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് തൊട്ട് മുന്നത്തെ വീഡിയോയിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മാനുഫാക്ചേഴ്സ് ടേബിൾസ് യൂസിങ് 3 ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ലേബർ, ക്ലാസ് 1, ക്ലാസ് 2 ആൻഡ് ക്ലാസ് 3. അതായത് ഒരു ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവിടെ 3 ക്ലാസ് ഓഫ് ലേബേഴ്സ് ആണുള്ളത്. ക്ലാസ് 1, ക്ലാസ് 2 ആൻഡ് ക്ലാസ് 3. അവരുടെ ഒരു ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബജറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് ക്ലാസ് 1-ന് 0.6 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അതായത് ഒരു ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവുന്നത്. ക്ലാസ് 2-ന് 0.5 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ്. ആൻഡ് ക്ലാസ് 3-ക്ക് 0.3 ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ആക്ച്വലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1000 ടേബിൾസ് ആണ്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡയറക്റ്റ് ലേബർ ഹവർ അലോഡ് ഫോർ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അതായത് ക്ലാസ് 3-ക്ക് ഒരു ടേബിൾ ഉണ്ടാക്കാനായിട്ട് 0.3 ലേബർ ഹവേഴ്സ് ആണ് ആവശ്യമുള്ളത്. അങ്ങനെ 1000 ടേബിൾസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. സോ 0.3 × 1000 300 ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡയറക്റ്റ് ലേബർ അലോഡ് ഫോർ ഔട്ട്പുട്ട് ആൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ്സും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഹവേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആൻഡ് ആക്ച്വൽ റേറ്റ്സും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വാട്ട് വാസ് ദ ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ? ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസാണ്. അതെങ്ങനെ നമ്മൾ എൻ്റെ ഇക്വേഷൻ എന്താ? സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഇതല്ലേ ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് ഹവർ തന്നിട്ടുണ്ട്, ഇവിടെ ആക്ച്വൽ ഹവറും തന്നിട്ടുണ്ട്, ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റും തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റർ മാത്രമേ യൂസ് ചെയ്ത് ഇത് കണ്ടുപിടിച്ചൂടെ? എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തോ. 300 മൈനസ് 350, അതായത് സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 18 M+. ഓക്കെ, ദെൻ 500 മൈനസ് 600 ഇൻറ്റു 15 M+. 600 മൈനസ് 500 ഇൻറ്റു 10 M+. എന്നിട്ട് MRC അടിച്ച് എത്ര കിട്ടുന്നത്? -1400 കിട്ടുന്നുണ്ടോ? നമ്മളിവിടെ എന്താ ചെയ്തത്? ഈ 300, അതായത് ക്ലാസ് 3-ൻ്റെ 300 മൈനസ് ക്ലാസ് 3-ൻ്റെ 350 ആക്ച്വൽ ഫിഗർ ഇൻറ്റു ക്ലാസ് 3-ൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ്. അതേപോലെ തന്നെ 500 മൈനസ് 600 ഇൻറ്റു 15 ദെൻ 600 മൈനസ് 500 ഇൻറ്റു 10. ഇത് മൂന്നും കൂടി ആഡ് അല്ലേ നമ്മൾ ചെയ്തത്? മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്ലാസ്സസ് ഉള്ളതും കൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? -1400 എന്ന് കിട്ടി. അതായത് 1400 അൺഫേവറബിൾ ആണ് നമ്മളുടെ ഡയറക്റ്റ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് താഴെ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വാസ് ദ ലേബർ മിക്സ് വേരിയൻസ് ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ? അപ്പം ലേബർ മിക്സ് വേരിയൻസാണ് കാണുന്നത്. എങ്ങനെയാണ് മിക്സ് വേരിയൻസ് കാണുക? അതിന് നമ്മൾ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടേ. വെയ്റ്റഡ് ആവറേജ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഫോർ സ്റ്റാൻഡേർഡ് മിക്സും വെയ്റ്റഡ് ആവറേജ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഫോർ ആക്ച്വൽ മിക്സും. ഈ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചാലല്ലേ നമുക്ക് മിക്സ് വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക. ഈ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ 2 കാര്യങ്ങളും എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന്. ഇതിൽ 2ലും കോമൺ ആയിട്ട് നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. ഓക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് ഹവർ ഉണ്ട്, ഇവിടെ ആക്ച്വൽ ഹവർ ഉണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റും. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ടേബിളായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് 2ലും നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ്സ് ആണ് കാണുന്നത്. ഇവിടെ സ്റ്റാൻഡേർഡ് ഹവേഴ്സും ഇവിടെ ആക്ച്വൽ ഹവേഴ്സും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഫോർ സ്റ്റാൻഡേർഡ് മിക്സും ഇവിടെ വെയ്റ്റഡ് ആവറേജ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഫോർ ആക്ച്വൽ മിക്സും. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് മിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് എടുക്കുക, ആക്ച്വൽ മിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിവിടെ ആക്ച്വൽ ഹവേഴ്സ് എടുക്കുക. 2നും കോമൺ ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാ 18 15 10 അല്ലേ? ഇതാ 18 15 10. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഹവർ. അപ്പോൾ 18 × 300 5400
15 into 500 7,500, 10 into 600 6,000. എന്നിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് 18,900 എന്ന് കിട്ടും. ഓക്കെ, ആ 18,900നെ ഇവിടെയുള്ള സ്റ്റാൻഡേർഡ് ഹവറില്ലേ, ഹവറിൻ്റെ ടോട്ടൽ എടുക്കുക. ഇവിടെ ടോട്ടൽ ഇടുന്നത് 1,400 ആണ്. അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 18,900 ഡിവൈഡഡ് ബൈ 1,400. എത്ര കിട്ടുന്നത്? 18,900 ഡിവൈഡഡ് ബൈ 1,400. ദാറ്റ് ഈസ് 13.5. സോ വെയ്റ്റഡ് ആവറേജ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഫോർ സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറയുന്നത് $13.5 ആണ്. ഓക്കെ, $13.5 ആണ്. ഇതേ സെയിം പ്രോസസ്സ് തന്നെ ആക്ച്വലിനും ചെയ്യാം. അതായത് ഇവിടെ 18 ഉണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട്, ഇൻറ്റു ആക്ച്വൽ ഹവർ 350. അപ്പം നമുക്ക് 6,300 എന്ന് കിട്ടും. 15 ഇൻറ്റു 600 9,000 എന്ന് കിട്ടും. 10 ഇൻറ്റു 500 5,000 എന്ന് കിട്ടും. ഇത് മൂന്നും നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ 2,300 എന്ന് കിട്ടും. ഓക്കെ, ആ 2,300നെ ആക്ച്വൽ ഹവേഴ്സിൻ്റെ ടോട്ടലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ക്വാണ്ടിറ്റീൻ്റെ, ഇവിടെ ലേബറിൻ്റെ കേസിൽ വരുമ്പോൾ ഹവേഴ്സ് ആവും. 1,450നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ 2,300 ഡിവൈഡഡ് ബൈ 1,450 ദാറ്റ് ഈസ് 14 എന്ന് കിട്ടും. $14. ഇത് ഒരു കാൽക്കുലേറ്ററും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. സോറി, ഒരു പേപ്പറോ പെന്നോ യൂസ് ചെയ്യാണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ എന്താണ് കാണേണ്ടത്? സ്റ്റാൻഡേർഡ് റേറ്റ് കോമൺ ആണ്. ഇതിനെ രണ്ടിനെയും എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് ഹവറിനെ കൊണ്ടും ആക്ച്വൽ ഹവറിനെ കൊണ്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തേ, എന്നിട്ട് നോക്കാം. 300 ഇൻറ്റു 18. ഓക്കെ, 300 ഇൻറ്റു 18 m പ്ലസ് 500 ഇൻറ്റു 15 m പ്ലസ് 600 ഇൻറ്റു 10 m പ്ലസ്. എന്നിട്ട് AC അടിച്ചിട്ട് MRC അടിച്ച് എത്രയാണ് കിട്ടുന്നത്? 18,900 എന്നാണ് കിട്ടുന്നത്. 18,900. ഇതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ടോട്ടൽ സ്റ്റാൻഡേർഡ് ഹവറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടേ. AC അടിക്കുക. ടോട്ടൽ എത്രയാണ് ഡയറക്റ്റ് ലേബർ ഹവേഴ്സ് ഉള്ളത് നോക്കുക. 300 പ്ലസ് 500 പ്ലസ് 600 ഇസ് ഈക്വൽ ടു 1,400 എന്ന് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് AC അടിക്കുക, MRC അടിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ച 18,900 അവിടെ ഉണ്ടാവും. ഡിവൈഡഡ് ബൈ 1,400 ഇസ് ഈക്വൽ ടു 13.5. ഒരു പെന്നോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി ആക്ച്വലിൻ്റെ കാര്യം നോക്കുക. 2 പ്രാവശ്യം MRC അടിക്കുക, മെമ്മറി ക്ലിയർ ചെയ്യുക. ആക്ച്വൽ 350 ഇൻറ്റു 18 വരും, 600 ഇൻറ്റു 15 വരും, 500 ഇൻറ്റു 10 വരും. കാരണം സ്റ്റാൻഡേർഡ് റേറ്റിനെ കൊണ്ട്, സ്റ്റാൻഡേർഡ് റേറ്റാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, സ്റ്റാൻഡേർഡ് റേറ്റിൻ്റെ കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ എല്ലാവരും കാൽക്കുലേറ്റർ എടുത്തോ. 350 ഇൻറ്റു 18 m പ്ലസ് 600 ഇൻറ്റു 15 m പ്ലസ് 500 ഇൻറ്റു 10 m പ്ലസ്. AC അടിക്കുക, MRC അടിക്കുക. എത്രയാണ് കിട്ടുന്നത്? 2,300 കിട്ടുന്നുണ്ടോ? 2,300. ജസ്റ്റ് AC അടിക്കുക. എന്നിട്ട് ടോട്ടൽ ആക്ച്വൽ ഹവേഴ്സ് എന്ന് കാണുക. 350 പ്ലസ് 600 പ്ലസ് 500 ദാറ്റ് ഈസ് 1,450. AC അടിക്കുക, MRC അടിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ച 2,300 വരും. ഡിവൈഡഡ് ബൈ 1,450 ഇസ് ഈക്വൽ ടു 14. കിട്ടിയല്ലോ. ഇപ്പോൾ എന്തൊക്കെ കിട്ടി നമുക്ക്? WASPM കിട്ടി, WASPAM കിട്ടി നമുക്ക്. അപ്പോൾ ഇക്വേഷൻ എന്താണ് നോക്കുക. WASPSM മൈനസ് WASPAM ഇൻറ്റു ആക്ച്വൽ ഹവേഴ്സ്. ഇവിടെ നമ്മൾ പ്രൈസ് വേരിയൻസിലേക്ക് എങ്ങനെയാണ് നമ്മൾ കാണാറ്? ആക്ച്വൽ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവർ. അതേപോലെ തന്നെയാണ് ഇവിടെയും. അങ്ങനെ ഒരു സങ്കല്പിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മിക്സിൻ്റെ റേറ്റ് എത്രയാണ്? $13.5 ആണ്. 13.5 മൈനസ് ആക്ച്വൽ മിക്സിൻ്റെ റേറ്റ് എത്രയാണ്? അതായത് ആക്ച്വൽ റേറ്റ്. അങ്ങനെ ഒരിക്കലും ഇത് ഫോളോ ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ആക്ച്വൽ മിക്സിന് വരുന്നത് എത്രയാണ്? 14 ആണ്. ഇൻറ്റു ആക്ച്വൽ ഹവേഴ്സ് എത്രയാണ്? ഇവിടെ ആക്ച്വൽ ഹവറിന് ടോട്ടൽ എത്രയാണ്? 1,450 അല്ലേ? 1,450 അല്ലേ? സോ 13.5 മൈനസ് 14 ഇൻറ്റു 1,450 ദാറ്റ് ഈസ് മൈനസ് 725 എന്ന് കിട്ടും. അതായത് 725 അൺഫേവറബിൾ.
അൺഫേവറബിൾ. അപ്പോൾ നമുക്ക് കിട്ടിയ മിക്സ് വേരിയൻസ് എത്രയാണ്? 725 അൺഫേവറബിൾ ആണ്. ഈ ഒരു എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് കാൽക്കുലേറ്റർ മാത്രമേ യൂസ് ചെയ്തു എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. സോ മനസ്സിലാവാത്തവർ ഒന്നും കൂടി ശ്രദ്ധിച്ച് ഒന്നും കൂടെ കാണുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.